നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖാമുഖത്തിൽ ഇന്നെനിക്കൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് റിട്ടയർഡ് ജോയിന്റ് ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് ഡോക്ടർ ആർ വേണുഗോപാലാണ്. സ്വാഗതം സർ. നമസ്കാരം. മുണ്ടത്തിക്കോട് നടന്ന വെടിക്കെട്ട് അപകടം, അതിൻ്റെ ഞെട്ടലും വേദനയും നമുക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അങ്ങ് മനസ്സിലാക്കുന്നത്. അത് തികച്ചും ഹ്യൂമൻ ജെനിസോയിഡ് എന്ന് തന്നെ പറയാം. കാരണം അത് ഹ്യൂമൻ എറർ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു തരത്തിലും ഫാക്ടറീസ് ആക്ട് ആൻഡ് റൂൾസിനെ നടപ്പാക്കാതെ വളരെ ഏറ്റവും മോശമായ രീതിയിൽ പടക്ക ഉൽപ്പാദനങ്ങൾ നടത്തുകയും അങ്ങനെ ഒരു റൂളും റെഗുലേഷൻസും പാലിക്കാതെ നടക്കുന്ന ആ നടപടിക്രമങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ അപകടം ഉണ്ടായത്. ഞാൻ ഇത് പറയുന്നതിന് കാരണം, ഒരു എക്സ്പ്ലോസീവ്സ് അല്ലെങ്കിൽ ഒരു ഫയർ വർക്ക്സ് പ്രിമിസസിലെ പാലിക്കേണ്ട മര്യാദകളൊന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇവിടെ ഒരു ഫയർ വർക്ക്സ് ഫാക്ടറിയിൽ ഉണ്ടാകേണ്ട മിനിമം സേഫ്റ്റി ഡിസ്റ്റൻസോ അല്ലെങ്കിൽ അതിൽ കെമിക്കൽ മിക്സറിൻ്റെ അതിൻ്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ എത്ര പേര് വർക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചോ ഒന്നും തന്നെ അവിടെ പാലിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ നിഷ്കർഷിച്ച സുരക്ഷാ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റൂളിൽ പറയുന്ന ഏതെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളോ ചെയ്യാതെ നടത്തിയ ഒരു ഓപ്പറേഷൻസിന് ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകുക സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രിമിസസിൽ എന്തായിരുന്നു നടന്നത്? ഇത് ഈ ലൈസൻസിൻ്റെ കൊടുത്തിരിക്കുന്ന ജില്ലാ മജിസ്ട്രേറ്റ് കൊടുത്തിരിക്കുന്ന ഈ ലൈസൻസ് അതിന് ആ സ്ഥലത്ത് തന്നെയാണോ ഇവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്? അതിന് വേണ്ട ഷെഡുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഷെഡുകൾക്കൊക്കെ സുരക്ഷാ പരിധി നിശ്ചയിച്ചിട്ടുള്ളത് അവർ ലംഘിച്ചിട്ടുണ്ടോ? അതുപോലെ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ എണ്ണത്തിൻ്റെ ആ എണ്ണം അവർ പാലിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ അവർ അതിൻ്റെ കെമിക്കൽ കോമ്പൗണ്ട്സ് അവരുപയോഗിച്ച ഓരോ കെമിക്കൽ കോമ്പൗണ്ടുകളും അത് ആ ലിമിറ്റ് അവർ പാലിച്ചിട്ടുണ്ടോ? ഇവയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് അനധികൃത പടക്കശാലയായിരുന്നു എന്നാണ്. ഇങ്ങനെയുള്ളൊരു പടക്കശാലയിൽ നമ്മൾ കണ്ടത് 40-40ഓളം മീഡിയ പേഴ്സൺസും അല്ലെങ്കിൽ അത് കാണാൻ പടക്ക നിർമ്മാണം കാണാൻ വന്ന വർക്കേഴ്സും അവരുടെ യഥേഷ്ടം പോലെ അവിടെ എല്ലാം കയറി ഇറങ്ങി നടക്കുകയുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് വളരെ സാധ്യത കുറവാണ്. ഈ രാസപദാർത്ഥങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു കല്ലോ അല്ലെങ്കിൽ മണൽത്തരികളോ തെറിച്ചു വീണാൽ അത് മിക്സ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അത് സ്റ്റെം ചെയ്യുമ്പോഴും ഒരു സ്പാർക്ക് ഉണ്ടായാൽ മാത്രം മതി ഇത്ര ദുരിതപൂർണമായ ഒരു അപകടത്തിന് അത് തുടക്കം വയ്ക്കുവാൻ. അതാണ് അവിടെ സംഭവിച്ചതും. അതാണ് ഈ അപകടത്തിൻ്റെ പ്രധാനമായ കാരണം. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഫയർ വർക്ക്സ് മാനുഫാക്ചറിങ് മാത്രമാണ് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അക്കാര്യം അങ്ങ് പറയുമ്പോൾ പോലും അവിടെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചിരുന്നില്ല എന്നുള്ള ആ കാര്യം നമ്മൾ അതിനുശേഷം വന്ന ആ വീഡിയോകളിലൊക്കെ തന്നെയും കണ്ടു. 40-40 പേരോളം ഇരുന്ന് ജോലി ചെയ്യുകയാണ്. ഇങ്ങനെ ടെൻറ്റ് പോലെ കുടില് പോലെ കെട്ടിയിട്ടുള്ള സ്ഥലത്താണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള അനുമതി വാങ്ങിയിട്ടാണോ അവരവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഈ ലൈസൻസ്ഡ് കൊടുത്തിരിക്കുന്ന സ്ഥലത്തല്ല ഈ പ്രവർത്തനം നടന്നതെന്നുള്ളതാണ്. നിങ്ങൾ ലൈസൻസിൻ്റെ സർവേ നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ വില്ലേജ് നെയിം നോക്കുകയാണെങ്കിലും മിക്കവാറും ഈ പരിസരം ലൈസൻസിൻ്റെ കണ്ടീഷൻസിലുള്ളതല്ല. കാരണം ഇവിടെ യാതൊരുവിധ ബിൽഡിങ്ങുകളില്ല, ഇവിടെ ഫെൻസിങ് ഇല്ല, ചുറ്റുവട്ടത്ത് ആളുകളെ നിയന്ത്രിക്കുവാൻ അവിടെ കയറുവാൻ അതിന് ചുറ്റുവട്ടം സേഫ്റ്റി ഡിസ്റ്റൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ലിമിറ്റിൽ കൂടുതലുള്ള ജോലിക്കാർ വർക്ക് ചെയ്യുന്നു. 40ഓളം ജീവനക്കാർ ഒരു കാരണവശാലും അവിടെ വർക്ക് ചെയ്യാൻ ഉള്ള സാധ്യതയില്ല. പക്ഷേ അവരെയൊക്കെ ലൈസൻസ് കണ്ടീഷൻസിനെ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടമുള്ളവരെ ജോലിക്ക് വെക്കുകയും
അതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതൊന്നും നോക്കാതെ അവർ പ്രവർത്തന കെമിക്കൽ മിക്സിംഗ് ആയാലും മാനുഫാക്ചറിങ് ആയാലും ഡ്രൈയിങ് ആയാലും ഇതെങ്ങനെയുള്ള എല്ലാ പ്രോസസ്സുകളും ചെയ്തത് തികച്ചും അനുവദിച്ചിട്ടുള്ളതല്ല. അതെല്ലാം തന്നെ നമ്മുടെ എക്സ്പ്ലോസീവ് റൂൾസിന് എതിരായിട്ടുള്ള പ്രവർത്തനമാണ് അവരവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ അപകടം ഉണ്ടാകാൻ ചാൻസ്. ഇപ്പോൾ പൂരം മാത്രമല്ല, എന്ത് ഉത്സവാഘോഷങ്ങളാണെങ്കിൽ പോലും അവിടെയൊക്കെ നമ്മൾ വെടിക്കെട്ടും കമ്പവും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ പെസോ കൃത്യമായി ഇതിനൊരു മാനദണ്ഡം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ജില്ലാ കളക്ടർ അഥവാ ജില്ലാ ഭരണകൂടം ഒരു അനുമതിയൊക്കെ നൽകേണ്ടതാണ്. ഇവിടെ അക്കാര്യത്തിൽ കൃത്യമായി അത്തരം കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നു എന്ന് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു? അല്ല, ജില്ലാ കളക്ടർ അദ്ദേഹം ലൈസൻസ് കൊടുത്തിട്ടുള്ള പ്രിമിസസാണ്. പക്ഷേ ഈ പ്രിമിസസിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു അനൗദ്യോഗികമായിട്ട് അവർ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഫയർ വർക്ക്സ് മാനുഫാക്ചറിങ്ങാണ്. അപ്പം അവർക്ക് ലിമിറ്റേഷൻ. പക്ഷേ ഇത് ഈ പ്രെമിസസിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്നുള്ളത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവർ അവിടെ പരിശോധന അറ്റ്ലീസ്റ്റ് വില്ലേജ് ഓഫീസറോ തഹസിൽദാറോ അല്ലെങ്കിൽ അവിടുത്തെ സബ് ഇൻസ്പെക്ടറോ ഇത് പരിശോധിക്കേണ്ടതായിരുന്നു. കാരണം ഇതേ സെയിം ഷെഡിലാണോ ഇവർ മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് അവർ പരിശോധിച്ച ശേഷമാണ് നടപടിക്രമം നേരത്തെ തന്നെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. 2006 പാറമേക്കാവ് ഇതുപോലൊരു ദുരന്തമുണ്ടായതാണ്. 2016 വരുമ്പോൾ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം, 2026 വീണ്ടും തൃശ്ശൂർ മുണ്ടത്തിക്കോട്. ഇങ്ങനെ ആവർത്തിക്കുന്ന വെടിക്കെട്ട് അപകടങ്ങൾ അത് തടയാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയും? ഇതെല്ലാം നമ്മൾ കാണേണ്ടത്, ഇതെല്ലാം നടന്നത് അൺഓതറൈസ്ഡ് പ്രിമിസസിലാണ്, ഓതറൈസ്ഡ് പ്രിമിസസ് അല്ല. അപ്പോൾ എന്താണ് കുഴപ്പം? കേരളത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറുകിട പടക്ക വ്യവസായശാലകൾ നമ്മുടെ ഇത്രയും തിക്ലി പോപ്പുലേറ്റഡ് കേരളത്തിൽ വളരെ അധികം അപകടങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരേ ഒരു കാര്യം പറയത്തുള്ളൂ. കാരണം ഇവയെല്ലാം തന്നെ ഒരു ഫയർ വർക്ക്സ് പാർക്കിലേക്ക് 10-50 ഏക്കർ സ്ഥലമെടുത്ത ശേഷം ആ പാർക്കിലേക്ക് മാറ്റണം. അവിടെ അങ്ങനെ 3-4 ഫയർ വർക്ക്സ് ഫാക്ടറി 45 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് ഒരു ഫാക്ടറിയിൽ നിന്നും വിട്ടുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് ഈ അപകട സാന്ദ്രത നിലനിർത്തുന്ന ഈ വ്യവസായത്തെ അതുപോലെ ജനനിബിഡമായ സ്ഥലങ്ങളിൽ നിന്നും മാറ്റിപ്പറപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വ്യവസായം സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ അപകടങ്ങൾ പിന്നെയും വരും. പാറമേക്കാവിൻ്റെ അപകടം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞപ്പോഴാണ് തിരുവമ്പാടിയുടെ സ്ഥലത്ത് അപകടം ഉണ്ടാകുന്നത്. പുറ്റിങ്കൽ ആക്സിഡൻറ്റ് 2016 നടന്നത് ഡിസ്പ്ലേ സൈറ്റിലാണ്. ഇത് മരിക്കുകയും 257 പേര് പരിക്കേൽക്കുകയും ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ ഈ മാനുഫാക്ചറിങ് കാര്യങ്ങളും കുറേ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ ഇവയെല്ലാം തന്നെ ഒരു സേഫ്റ്റി പാർക്ക് ഫയർ വർക്ക്സ് പാർക്കിലേക്ക് മാറ്റുകയും അവിടെ ഈ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം ഇത് തുടർച്ചയായ ഒരു കഥയായിക്കൊണ്ടേയിരിക്കും. ഇത് തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്യും. ഇത് ഇവിടെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ശിവകാശിയിൽ നമ്മൾ അടുത്തിടെ കണ്ടതാണ്. അതുപോലെ തമിഴ്നാട് വിരുദുനഗറിൽ ഒരു സ്ഫോടനമൊക്കെ ഉണ്ടായി. എല്ലായിടത്തും ഈ വക സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവിടെയും അനധികൃതമായ പടക്ക നിർമ്മാണമായിരുന്നു. കാരണം അവിടെ ഒരു ഹോൾ എടുത്തിട്ട് മിക്സിംഗ് ഷെഡ്, അതിനകത്തൊരു കമ്പാർട്ട്മെൻറ്റ്, ഒരു സേഫ്റ്റി ഡിസ്റ്റൻസും ഇല്ല. ഹോൾ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, അവിടെ തന്നെ സൂക്ഷിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിതൊരു മുറിയിലിരിക്കുകയാണ്. ആ മുറിയിൽ തന്നെ എല്ലാ പടക്ക നിർമ്മാണങ്ങളും നടക്കുകയാണെങ്കിൽ ഇങ്ങനെ അപകടം ഉണ്ടായിരിക്കും. മുണ്ടത്തിക്കോട് നടന്ന അപകടവുമായിട്ട് ബന്ധപ്പെട്ട് വിസിറ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ ആ പടക്കശാല പോലും കാണാൻ വേണ്ടി യഥേഷ്ടം വന്ന് കയറുകയാണ്. അതാ, ഫെൻസിങ് ഇല്ല, വേലി ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ മതിൽ കെട്ടിയിട്ടില്ല. ആർക്കും എപ്പോഴും കടന്നു വരാം. അവർക്ക് എന്തുമാത്രം ക്യാമറ ആയാലും സെല്ലുകളായാലും ബാറ്ററി ആയാലും ഫോണുകളായാലും ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷത്തിൽ നമ്മൾ എത്തിക്കുകയാണ്. ഇങ്ങനെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തുകയാണെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകും. അപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ പടക്ക നിർമ്മാണശാലകളും, അതായത് ജില്ലാ കളക്ടറുടെ കീഴിലുള്ള എല്ലാ പടക്ക നിർമ്മാണശാലകളിലും പരിശോധന ശക്തമാക്കണം. അവിടുത്തെ മിക്സിംഗ് ഷെഡുണ്ടോ, മാനുഫാക്ചറിങ് ഷെഡുണ്ടോ,
കളക്ടർ അപ്രൂവ് ചെയ്ത അതിൽ കൂടുതൽ ഷെഡുകൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഷെഡുകൾ ഇല്ലയോ? ചിലപ്പോൾ ഇത് ആദ്യം കളക്ടർ അദ്ദേഹം കൊടുക്കുമ്പം അവിടെ ഷെഡുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ അവർ അത് വല്ല മലയിലോ വളരെയധികം ദൂര സ്ഥലത്തായിരിക്കും. പിന്നെ ഈ ഒരു പാടം വാടകയ്ക്ക് എടുത്തിട്ട് അവിടത്തേക്ക് ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് ലൈസൻസ് പ്രിമിസസ് എന്ന് വരുത്തി തീർക്കുന്നു. അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നു. കാരണം അവിടെ സേഫ്റ്റി ഡിസ്റ്റൻസ് ഇല്ല, അവിടെ ബിൽഡിംഗ് ഇല്ല. നിങ്ങൾ കണ്ടതാണ്, ഒരു ടാർപോളിൻ വിരിച്ച് എന്നാൽ വൈകുന്നേരങ്ങളിൽ നമ്മളെല്ലാം വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു പ്രതിനിധി ഒരു അതുപോലെ ഒരു സിറ്റുവേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം അപകടത്തിലേക്ക് നയിക്കത്തേ ഉള്ളൂ. നമ്മൾ സുരക്ഷിതമാകണമെങ്കിൽ നമ്മൾ റൂൾ പ്രകാരം പോവുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയുമില്ല. അല്ലെങ്കിൽ നിർത്തുക. ഇനി ഇതുപോലൊരു അപകടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തികച്ചും ഖേദകരമായിരിക്കും. നമുക്കൊരു കൺട്രോൾഡ് എക്സ്പ്ലോഷൻ കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഇവിടെയും പ്രാവർത്തികമാക്കാൻ കഴിയണം എന്നുള്ളതാണല്ലോ അങ്ങയുടെ അഭിപ്രായം, അല്ലേ? അത് കൺട്രോൾ ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ സൈറ്റിലാണ് നമ്മൾ ചൈനയും ജർമ്മനിയും സ്പെയിനിലൊക്കെ അവർ കൺട്രോൾഡ് ഫയർവർക്സ് ഡിസ്പ്ലേ ഉണ്ട്. അത് ദൂരെ നിന്ന് അവർ നിയന്ത്രിച്ച് അതിന് താളാത്മകമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോസുകൾ വരുമ്പോൾ അത് ആകർഷകമാകും. ഇന്ത്യയിൽ അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കേണ്ടത്. അത് ഫയർവർക്സ് ഡിസ്പ്ലേ സൈറ്റിൽ. അപ്പോൾ പുത്തുങ്കൽ അപകടത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് എക്സ്പ്ലോസീവ് റൂളിൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. 2025 റൂളിൽ അമെൻമെൻറ്റ് വന്ന ശേഷം വളരെയധികം നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട് ഡിസ്പ്ലേ സൈറ്റിൽ. അതായത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുമ്പ് റിസ്ക് അസസ് ചെയ്യണം. ആ റിസ്ക് അസസ് ചെയ്ത ശേഷം മാത്രമേ കളക്ടർക്ക് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കണം. അതുപോലെ തന്നെ ലേ ഔട്ട് ഡ്രോയിങ്, ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ലേ ഔട്ട് ഡ്രോയിങ് ഉണ്ടാക്കണം. അതിൽ ഏതെല്ലാം ഫയർ വർക്ക്സാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നതിൻ്റെ അതിൻ്റെ ക്വാണ്ടിറ്റി സഹിതം കളക്ടർക്ക് സബ്മിറ്റ് ചെയ്യണം. അതെല്ലാം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരാതെ ഈ ഫയർ വർക്ക്സ് ഡിസ്പ്ലേ സൈറ്റിലുണ്ടാകുന്ന അപകടം കുറയ്ക്കാൻ വരും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഈ ഫാറമേക്കാവിൻ്റെയോ തിരുവമ്പാടിയുടെയോ ഡിസ്പ്ലേ സൈറ്റിൽ ഒരു അപകടം ഉണ്ടായിട്ടില്ല. കാരണം അത് അവരുടെ സൈറ്റാണ്, അവർ സുരക്ഷയ്ക്ക് ക്രമീകരണങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ആ ടൈമിൽ അവർ ഈ പാവം പിടിച്ച ഈ ഫയർ വർക്ക്സ് മാനുഫാക്ചർ ചെയ്യുന്ന മനുഷ്യൻ്റെ പ്രിമിസസിൽ ഒരു സുരക്ഷാ നിയന്ത്രണങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനോ അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ ദുഃഖകരമായ ഒരു കാര്യം. അപ്പോൾ ഇത് മാനുഫാക്ചറിങ് സൈറ്റിൽ എന്തുമാകാം, ആ സാധനം എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി, അത് ഞാനിവിടെ പൊട്ടിച്ചു കുഴയ്ക്കും. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് കവരരുത്. എല്ലാ ഫെസ്റ്റിവൽ കമ്മിറ്റികളും ഈ മാനുഫാക്ചറിങ് സൈറ്റിൽ പോയിട്ട് അവരുടേത് പരിശോധന നടത്തുകയും വാച്ച് ചെയ്യുകയും വേണം. കാരണം അവിടെ സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്ത് സുരക്ഷിതത്വം? മാനുഫാക്ചേർഡ് ഫയർ വർക്ക്സ് വന്നു കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കാനുള്ളതിനൊപ്പം തന്നെ അതിന് ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവർ പാലിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാനുഫാക്ചറിങ് സൈറ്റിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ അവർ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ വലിയ വലിയ ഇവൻറ്റ്സിലൊക്കെ കോൾഡ് സ്പാർക്ക് പോലെയുള്ള കാര്യങ്ങളാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇത്തരം ഉത്സവാഘോഷങ്ങളിലേക്ക് കൂടി അതൊക്കെ മാറേണ്ട ഒരു സാഹചര്യമായിട്ടില്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കണം. കാരണം നമ്മൾ കാലത്തിനനുസരിച്ച് മാറുവാൻ തയ്യാറാവണം. നമ്മൾ പഴയ 70-ലെ 60-ലെയും പടക്ക നിർമ്മാണത്തിലേക്ക് പോകാതെ പുതിയ രീതിയിലുള്ള പടക്ക നിർമ്മാണ പദ്ധതികൾ പാലിക്കുകയും അതല്ലെങ്കിൽ ഈ അപകടകരമായ സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മാനുഫാക്ചേർഡ് ഫയർ വർക്ക്സ് ഇല്ലേ ശിവകാശിയിലെ, അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ അപകടങ്ങളൊക്കെ തന്നെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഈ നിയമം കൊണ്ട് ഇതിനെ എങ്ങനെ തടയാൻ കഴിയും? കാരണം പെസോയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു സംവിധാനമുണ്ട്, ചട്ടക്കൂടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചട്ടപ്രകാരമുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കണമെന്നൊക്കെ ആവർത്തിച്ച് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതൊന്നും പിന്നീട് നടപ്പിലാകാറില്ല എന്നുള്ളതാണ് വസ്തുത. സത്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പെസോയ്ക്ക് കേരളത്തിൽ എത്ര ലൈസൻസ് ഉണ്ട്? 2 ലൈസൻസ് മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നും അപകടങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം അവിടെ മിക്സിംഗ് ഷെഡിന് 18 മീറ്റർ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കണം. 12 മീറ്റർ മാനുഫാക്ചറിങ് ഷെഡ്, അത് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതിന് 12 മീറ്റർ സേഫ്റ്റി ഡിസ്റ്റൻസ് അത് പാലിക്കുന്നുണ്ട്. അതുമല്ല അവിടെ ഇത്രയും അപകടകരമായ സാധനങ്ങളൊന്നും തന്നെ അവരെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവർ ചെറിയ ഫ്ലവർ പോട്ട്സുകളോ അല്ല അങ്ങനെയുള്ള ചെറുകിട ഫയർ വർക്ക്സ് മാത്രമാണ്. വലിയ ഗുണ്ട് പോലെയുള്ള അതെ, ഇവിടുത്തെ ഇത് കേരളത്തിൻ്റെ തനതായ പടക്കങ്ങളാണ്.
അതിന് വ്യത്യസ്തമായ മാർഗങ്ങളാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത്. ആ വ്യത്യസ്തമായ മാർഗങ്ങളോട് ഈ പടക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ അനധികൃതമായ പൊട്ടാഷ്യം ക്ലോറേറ്റ് പോലുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അപകടങ്ങൾക്ക് വഴിതെളിക്കും. അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നോക്കേണ്ടത്. ഈ നൈമാനുഷികമായ ആഹ്ലാദത്തിന് വേണ്ടിയിട്ട് ഈ പടക്കങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഇനിയും വെടിക്കെട്ട് അപകടങ്ങൾക്ക് വഴിതെളിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വേണമെന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും ഈ ഇത്തരം കാര്യങ്ങൾ, ആചാരങ്ങൾ കൃത്യമായി പാലിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യജീവനും കൂടി അത്രയും വലിയൊരു പ്രാധാന്യം നൽകേണ്ടതില്ലേ എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു കേൾക്കുന്നൊരു ഘട്ടം കൂടിയാണ് നമ്മൾ ഈ സംസാരിക്കുന്ന മണിക്കൂറുകൾ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിക്കണം, പക്ഷേ അത് മനുഷ്യജീവൻ എടുത്തുകൊണ്ടാവരുത്. മനുഷ്യജീവൻ എടുത്തുകൊണ്ട് പോയാൽ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്ക് എന്ത് ബാധ്യത, അതിനെന്ത് ഉത്തരം പറയേണ്ടി വരും? അപ്പോൾ അതല്ല കാര്യം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോടൊപ്പം കാലത്തിനൊപ്പം ചേഞ്ച് ചെയ്യാനായിട്ടും എല്ലാ അമ്പല, പള്ളി, ഫെസ്റ്റിവൽ കമ്മിറ്റിക്കാർ ചിന്തിക്കണം. ഇത് വേണോ എന്നുള്ളത് അവർ ആത്മാർത്ഥമായി അവരുടെ കമ്മിറ്റി മീറ്റിങ്ങുകളിൽ ചർച്ച ചെയ്യണം. അവർ ഈ ക്വസ്റ്റ്യൻ റൈസ് ചെയ്യണം. അതിനനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ലേസർ ഷോയിലേക്ക് പോകണമെങ്കിൽ ലേസർ ഷോയിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതല്ല ഇവിടുത്തെ തനതായ വെടിക്കെട്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കണ്ട എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ സുരക്ഷിതമായി ഉണ്ടാക്കാം, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ച് അതെങ്ങനെ സുരക്ഷിതമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള അപകടങ്ങളുണ്ടാവും. 270 പേര് മരിക്കുന്നു, 17 പേര് ഇപ്പം മരിച്ചു. അപ്പോൾ അതിന് പരിക്കുകളേറ്റവർക്ക് അവരുടെ വീട്ടുകാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എത്രമാത്രം ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് അവർ കടന്നു പോകുന്നത്. അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തെല്ലാം അവർ നേരിടേണ്ടി വരും. ഹിയറിംഗ് ലോസ് ആയാലും തളർന്നു പോയാലും ആരുണ്ടാവും അവർക്ക്? സ്ഫോടനാത്മകമായിട്ടുള്ള ശബ്ദമൊക്കെ അവിടെ കേട്ടു എന്നുള്ള കാര്യം നാട്ടുകാരൊക്കെ അവിടെ പറയുന്നത് കേട്ടു, ഈ മുണ്ടത്തിക്കോട് തന്നെ ഈ അപകടമുണ്ടായ ഘട്ടത്തിൽ. അപ്പോൾ അത്രത്തോളം വലിയ എക്സ്പ്ലോസീവായിട്ടുള്ള രീതിയിലായിരുന്നു അവിടെ പടക്കങ്ങളൊക്കെ പൊട്ടിയത്. അതെന്തുകൊണ്ടായിരിക്കും? അനധികൃതമായ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഇത്രയധികം ദുരിതപൂർണമായ ഒരു രംഗം നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മളെല്ലാവരും കൂടി പ്രവർത്തിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള ഇനിയുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും അതിനെയൊക്കെ നമ്മൾ 2 ദിവസത്തെ ഡിസ്കഷൻ കഴിഞ്ഞ് അതിനെക്കുറിച്ച് മറന്നുപോവുകയും ചെയ്യും. അപ്പോൾ എല്ലാ പള്ളി കമ്മിറ്റിക്കാരും അവരിരുന്ന് ചിന്തിക്കണം, വേണോ നമുക്ക് ഈ ദുരന്തപൂർണമായ ദിവസങ്ങളിലേക്ക് നമ്മൾ ഈ വെടിക്കെട്ടുകളെ കൊണ്ടെത്തിക്കണോ എന്നുള്ളത് അവർ ചിന്തിക്കണം. അതുപോലെ ഈ മാനുഫാക്ചേഴ്സും എന്തിനാണ് ഇത്രയധികം അനധികൃത കെമിക്കലുകളും മറ്റും ഉപയോഗിക്കേണ്ടത്? സുരക്ഷാ ഡിസ്റ്റൻസുകൾ നമ്മൾ എന്തുകൊണ്ട് കീപ്പ് ചെയ്യണം? അതുപോലെ എമർജൻസി പ്ലാനിങ്ങുകൾ നടണം. ഇവിടെ ഈ വണ്ടി വരാൻ പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് വയൽ നികത്തി പാടശേഖരമാക്കി, ആ പാടശേഖരത്ത് ഓപ്പറേഷൻ പോലും തീരെ നടത്താൻ പറ്റാത്ത സ്ഥലത്ത് എന്തിനു വേണ്ടി വെടിക്കെട്ടുകളുടെ സാമഗ്രികൾ നമ്മളവിടെ ഉൽപ്പാദിപ്പിക്കണം? നമ്മൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്ത് അതുകൊണ്ട് എന്താണ് നമുക്കൊരു ഗുണമുണ്ടാവുക? അല്ലെങ്കിൽ ഒരു 5-20 മിനിറ്റ്സിലുള്ള ഒരു ഡിസ്പ്ലേ അതിൻ്റെ ഒരു ആഹ്ലാദം മാത്രമല്ലേ? പക്ഷേ ആ 20 മിനിറ്റ്സ് മാത്രമല്ല, സാമ്പിൾ വെടിക്കെട്ട്, അവിടെ കുടമാറ്റം, പൂരപ്രദർശനം, ചമയ പ്രദർശനം, പ്രധാന വെടിക്കെട്ട്, അങ്ങനെ ചടങ്ങുകൾ ഒട്ടനവധിയാണ് തൃശ്ശൂർ പൂരത്തിൽ. കറക്റ്റ്. അതിലേക്ക് നിലനിർത്തുക. വെടിക്കെട്ട് ഒരു ലിമിറ്റ് ഉണ്ടാക്കുക. എത്രയും ഗവൺമെൻറ്റിൻ്റെ നിഷ്കർഷിക്കുന്ന ആ റൂളിലേക്ക്, ആ കണ്ടീഷനിലേക്ക് ഓരോ ഉത്സവ കമ്മിറ്റിക്കാരും വന്നില്ലെങ്കിൽ ഇനി ഇതുപോലുള്ള അപകടങ്ങൾ ഇതിപ്പോൾ ഒറ്റപ്പെട്ടതല്ല സാർ. കാരണം ഒരു പ്രാദേശിക പരിധിയിലുള്ള ഒരു ചെറിയ ക്ഷേത്രാങ്കണത്തിലാണെങ്കിൽ പോലും അവിടെ കരിമരുന്ന് പ്രയോഗം അല്ലെങ്കിൽ കമ്പം നടത്തുന്ന സമയത്തും ഇതുപോലെയൊക്കെ ആയിരിക്കും നടത്തുക. പക്ഷേ പ്രാദേശിക തലത്തിൽ പോലും ഈ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ ആയിരിക്കും പലയിടങ്ങളിലും നടത്തുകയും പിന്നീട് അവിടെ എന്തുകൊണ്ടോ ഒരു അപായം സംഭവിക്കുന്നില്ല എന്നുള്ളത് അത് തീർത്തും ആശ്വാസകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ, അതായത് പള്ളി കമ്മിറ്റിക്കാർ തന്നെ ഞങ്ങൾക്ക് സേഫ്റ്റി ഡിസ്റ്റൻസ് ഇല്ല, ഇപ്രാവശ്യം നമ്മൾ വെടിക്കെട്ട് നടത്തുന്നില്ല, അത്ര തന്നെ സുരക്ഷ. അതുപോലെ മാനുഫാക്ചറിങ് നല്ല മാനുഫാക്ചറാണോ ഞങ്ങൾ ഈ വർക്ക് കൊടുക്കുന്നത്, അയാൾക്ക് എല്ലാ ഫെസിലിറ്റി ഉണ്ടോ,
അയാളുടെ മിക്സിംഗ് ഷെഡിന് 18 മീറ്റർ സുരക്ഷാ ഡിസ്റ്റൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അയാൾ മാനുഫാക്ചർ ചെയ്യുന്ന ഷെഡിന് 12 മീറ്റർ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ അമ്പല കമ്മിറ്റിക്കാർ ചെന്ന് പരിശോധിച്ച് അതില്ലാത്തടത്ത് ആ പടക്കത്തിന് ഓർഡർ കൊടുക്കാതിരിക്കുക, അങ്ങനെ ഉള്ളിടത്തേക്ക് പോകുക, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുക, ഒരു ഫയർ വർക്ക്സ് പാർക്ക് ഉണ്ടാക്കി അവിടെയൊക്കെ ഈ ചെറുകിട വ്യവസായശാലകളെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതല്ലാതെ ഇതിനൊരു മാർഗവുമില്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള പടക്ക അപകടങ്ങൾ ഇനിയും തുടർക്കഥയായിക്കൊണ്ടിരിക്കും. ഒട്ടനവധി ഓപ്പറേഷനുകളുടെ എൻക്വയറിയുടെ ഇൻചാർജായിട്ട് അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസൊക്കെ ഉണ്ടാവും. മനസ്സിൽ അത്രത്തോളം ഹാർട്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാമോ പ്രേക്ഷകർക്ക് വേണ്ടി? പുത്തുങ്കൽ ആക്സിഡൻറ്റ്, അതിൽ ഏറ്റവും ദുഃഖകരമായ അനുഭവങ്ങളായിരുന്നു അതിൻ്റെ എൻക്വയറി കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടാകുന്നത്. അതിൽ വന്ന പലരുടെയും അവരുടെ ദുഃഖകരമായ അവസ്ഥകൾ, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നതും നേരിടാൻ പോകുന്നതുമായ അവസ്ഥകൾ, അതിൽ പല ചെറുപ്പക്കാരുടെയും ജീവൻ അവിടെ നഷ്ടപ്പെട്ടു. അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വന്നു. അതിൽ ഏറ്റവും വളരെ വേദനാജനകമായി തോന്നിയത് ഒരാൾ 1.5 കിലോമീറ്റർ അകലെ നിൽക്കുകയായിരുന്നു. അയാളുടെ തലയിലേക്ക് ഒരു പാറ വന്ന് വീഴുകയും അയാൾ അവിടെ തൽക്ഷണം മരിക്കുകയും ചെയ്യുക. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ വരെ മരണപ്പെടുമ്പം, അതുമല്ല ഇഞ്ചുറി ആയിട്ട് ഒരു 40% ബ്രെയിൻ ഇഞ്ചുറി ഒരാൾ, അയാളുടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അയാൾ അനുഭവിക്കാൻ പോകുന്നത് ജീവിതത്തിൽ. ഇനി എത്ര കാലം ജീവിച്ചാലും അതിലൊക്കെ പലവിധ പ്രോബ്ലംസ് അവർക്ക് ഓരോ ദിവസവും നേരിടേണ്ടി വരും. അതൊക്കെ വളരെ ദുഃഖകരമായ അവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടത്. ഓരോരുത്തരെയും മീറ്റ് ചെയ്യുമ്പോൾ, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ദുഃഖാനുഭവങ്ങൾ, ഇനി ഉണ്ടാകുന്ന ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള അവരുടെ ചിന്തകൾ, അത് എങ്ങനെ നമ്മളതിനെ നേരിടും എന്നവർക്ക് അറിയാൻ വയ്യാത്ത അവരുടെ വിഷമങ്ങൾ, അത് പങ്കുവയ്ക്കുമ്പോൾ ഒരു ഓഫീസർ എന്ന നിലയിൽ നമുക്ക് വളരെയധികം ദുഃഖം തോന്നും. ഇതൊക്കെ വേണോ? ഇതെന്തിന് ഈ ഒരു നൈമാനുഷികമായ ഒരു അനുഭവത്തിന് വേണ്ടി, ഒരു ഉത്സവ പ്രതീതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉത്സവങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇതിലേക്കൊക്കെ നമ്മൾ വെഞ്ചുർ ചെയ്യണമെന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ആവശ്യങ്ങൾക്ക് മാത്രം, അത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കൂടി ഇതൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതുപോലുള്ള ദുരിതങ്ങൾ ഇനിയും ഉണ്ടാവത്തില്ല. പെസോ നിയമത്തിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു. അപ്പോൾ പെസോ നിയമ ഭേദഗതി അതൊരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ എന്തെങ്കിലുമൊക്കെ കാലാനുസൃതമായിട്ടുള്ളൊരു മാറ്റം കൂടി വരേണ്ടതായിട്ട് കൂടിയുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഈ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളിൽ ഈ അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ 15 കിലോയുടെ ലൈസൻസ് പ്രിമിസസിലാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും നിർബന്ധമായിട്ട് നോക്കേണ്ടത് അവിടുത്തെ സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സ്പ്ലോസീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്. അവിടെ ഈ സുരക്ഷാ ഡിസ്റ്റൻസുകളും ഈ ഓരോ ഷെഡിൻ്റെയും നിഷ്കർഷിച്ചെടുക്കുന്ന ആ മാനദണ്ഡങ്ങളൊക്കെ അവർ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ ക്വാളിഫിക്കേഷൻസ്, അവിടുത്തെ ഫോർമാന്, അവിടുത്തെ സൂപ്പർവൈസർ, അവർക്കിതിനെക്കുറിച്ചുള്ള പ്രവൃത്തി പരിചയമുണ്ടോ എന്നുള്ളതെല്ലാം എല്ലാ കളക്ടർമാരും അവരുടെ എല്ലാവിധ പടക്ക നിർമ്മാണശാലകളിലും പോയി പരിശോധിക്കുകയും അതില്ല എങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്ത് അത് റെക്ടിഫൈ ചെയ്യാൻ പറയുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ ഓരോ ദിവസവും മാനുഫാക്ചർ ചെയ്യുന്ന എക്സ്പ്ലോസീവ്സ് അതാത് മാഗസിനിലേക്ക് അവർ മാറ്റുന്നുണ്ടോ, ആ സ്റ്റോർ ഹൗസിൽ അതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഈ വരുന്ന കമ്മീഷനുകളിലൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കുകയും ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിൽ അമെൻമെൻറ്റുകൾ, എക്സ്പ്ലോസീവ് ആക്ട് ആൻഡ് റൂൾസിൽ പുതിയ അമെൻമെൻറ്റുകൾ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് മാത്രമേ ഈ അപകടങ്ങൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പലപ്പോഴും ഇത്തരത്തിലുള്ള വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പടക്കശാലയ്ക്കെതിരെ കേസെടുക്കാറുണ്ട്, ഉടമയ്ക്കെതിരെ കേസെടുക്കാറുണ്ട്, അവിടത്തിലുള്ള ജീവനക്കാർക്കെതിരെയൊക്കെ നടപടികൾ സ്വീകരിക്കാറുണ്ട്. ഈ പിടിച്ചെടുത്ത പടക്കങ്ങൾ പിന്നീട് എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ഇപ്പോൾ പലയിടത്തും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴുകിയോ അല്ലെങ്കിൽ വെള്ളത്തിലൊഴിച്ചോ ഒന്നും ഡിസ്ട്രോയ് ചെയ്യാൻ വളരെ പാടാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ കത്തിച്ച് കളയുക എന്നുള്ളതല്ലാതെ വേറെ വഴികളില്ല. അപ്പോൾ അതിൻ്റെ നടപടികൾ ഉടൻ തന്നെ ജില്ലാ ഭരണകൂടം തുടങ്ങണം. കാരണം ഇത് കൂടുതൽ നാൾ വെക്കുന്നതും അപകടകരമായിരിക്കും. ക്ലോറേറ്റ് പോലുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ അത് മൂവ് ചെയ്യാനും വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.
അതുപോലെ ഗൺ പൗഡർ ഏറ്റവും അപകടകരമായ ഒരു സാധനമാണ്. അവ എത്രയും പെട്ടെന്ന് അത് കത്തിച്ച് കളയുവാൻ, അതായത് പെസോയുടെയും ബോംബ് സ്ക്വാഡിൻ്റെയും സംയുക്തമായ ഒരു നീക്കം ഇവിടെ വേണ്ടിവരും. ആ സംയുക്ത നീക്കത്തിലൂടെ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ജില്ലാ ഭരണാധികാരികൾ ശ്രമിക്കണം. അത് കൂടുതൽ നാൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അപകടകരമായിരിക്കും. അതുപോലെ തന്നെ പല ജില്ലകളിലും ഇപ്പോൾ പരിശോധന നടത്തി അവർ പിടിച്ച് അത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കുകയും, അതല്ല അത് അവിടെ ഉണ്ടാക്കിയ പടക്കങ്ങൾ അത് ഏറ്റവും കൂടുതലായിട്ട്, അതായത് ലൈസൻസ് ലിമിറ്റിൽ കൂടുതലാണെങ്കിൽ അതിനെയൊക്കെ തന്നെ എടുത്ത് അത് പെസോയും ബോംബ് സ്ക്വാഡും കൂടി സംയുക്തമായിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ അതും ഒരു അപകടത്തിലേക്ക് നയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാർ ഈ മുട്ടത്തിക്കോട് അപകടവുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫലപ്രദമായ അന്വേഷണം പൂർത്തിയാകാൻ വേണ്ടി കാത്തിരിക്കാമല്ലേ സാർ? തീർച്ചയായിട്ടും ആ ജുഡീഷ്യൽ കമ്മീഷൻ അവരുടെ കമ്മീഷൻ്റെ അന്വേഷണം നടക്കട്ടെ. അതിൽ വരുന്ന തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരും അത് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ട് അതിൽ റൂൾസിൽ എന്തെല്ലാം അമെൻമെൻറ്റുകൾ വേണമെങ്കിൽ ആ അമെൻമെൻറ്റുകളിലേക്ക് വരുത്തുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സുരക്ഷിതമായ ഒരു പടക്ക നിർമ്മാണം ഇനിയുള്ള കാലങ്ങളിൽ നടക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.